കരുണാകരന്റെ സ്മൃതി മണ്ഡപത്തിൽ ആര്യാടൻ ഷൗക്കത്ത് എത്തിയിട്ടുണ്ട്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ഇന്ന് പത്രികാ സമർപ്പണത്തിന് ഒരുങ്ങുകയാണ് ആര്യാടൻ ഷൗക്കത്ത്. അതിന് മുന്നോടിയായാണ് ഇപ്പോൾ കെ കരുണാകരന്റെ സ്മൃതി മണ്ഡപത്തിൽ എത്തി പുഷ്പാർച്ചന നടത്തിയിരിക്കുന്നത്. മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ പത്രികാ സമർപ്പണത്തിൽ പങ്കെടുക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. പത്രികാ സമർപ്പണത്തിന് മുൻപായി 5000 പേരെ അണിനിർത്തിക്കൊണ്ടുള്ള റാലി ഉൾപ്പെടെ നടത്താനാണ് കോൺഗ്രസ് നിശ്ചയിച്ചിരിക്കുന്നത്. ഇപ്പോൾ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തിയതിനു ശേഷം അദ്ദേഹം മടങ്ങുന്നതാണ് ദൃശ്യങ്ങളിൽ കാണുന്നത്. സൂരജ് സജി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സൂരജ്, ഇന്നിപ്പോൾ പത്രിക സമർപ്പിക്കാനിരിക്കെയാണ് അദ്ദേഹം കെ കരുണാകരന്റെ സ്മൃതി മണ്ഡപത്തിൽ എത്തി പുഷ്പാർച്ചന നടത്തിയിരിക്കുന്നത്. ആരൊക്കെയുണ്ട് അദ്ദേഹത്തിനോടൊപ്പം? എപ്പോഴായിരിക്കും അദ്ദേഹം ഇവിടെ നിന്ന് ഇനി പത്രികാ സമർപ്പണത്തിനായി പോവുക? വിവരങ്ങൾ. ഇവിടെ നിന്ന് നേരെ ആര്യാടൻ ഷൗക്കത്ത് നിലമ്പൂരിലേക്കാണ് യാത്ര തിരിക്കുക. അവിടെ എത്തി പത്രിക സമർപ്പിക്കും. ഈ പത്രികാ സമർപ്പണത്തിന് മുന്നോടിയായാണ് ഈ കെ കരുണാകരന്റെയും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ പത്നി കല്യാണിക്കുട്ടി അമ്മയുടെയും സ്മൃതി കുടീരത്തിലെത്തി ഇപ്പോൾ പുഷ്പാർച്ചന നടത്തുന്നത്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് കല്യാണിക്കുട്ടി അമ്മയുടെ കല്ലറയിൽ പുഷ്പാർച്ചന നടത്തുന്നതിന്റെ ദൃശ്യങ്ങളാണ്. കെ കരുണാകരന്റെ സ്മൃതി മണ്ഡപത്തിലും അല്പം മുമ്പ് അദ്ദേഹം പുഷ്പാർച്ചന നടത്തുകയും ചെയ്തു. തൃശൂർ DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് അടക്കമുള്ള നേതാക്കളുടെ നേതൃത്വത്തിൽ വലിയ സ്വീകരണമാണ് ഈ തൃശൂരിലെത്തിയ ആര്യാടൻ ഷൗക്കത്തിന് ഒരുക്കുകയും ചെയ്തത്. കോൺഗ്രസുകാരെ സംബന്ധിച്ച് ലീഡർ കെ കരുണാകരൻ അവരുടെ വൈകാരിക ബന്ധം തന്നെയാണ്. ആ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ പത്രിക സമർപ്പണത്തിന് മുമ്പ് ഈ സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചന നടത്തിക്കൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് നടപടികളിലേക്ക് കടക്കണം എന്ന ആഗ്രഹത്തിന്റെ ഭാഗമായാണ് ആര്യാടൻ ഷൗക്കത്ത് തൃശൂരിലെത്തിയത്.